ഒരു കാലത്ത് സുരക്ഷയുടെ പര്യായമായിരുന്ന ബോയിങ് കമ്പനിക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ബോയിങ്, ഐ ആം നോട്ട് ഗോയിങ് എന്നാണ് ഒരിക്കൽ ബോയിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അത്രമേൽ ജനങ്ങൾക്ക് വിശ്വാസമായിരുന്നു ആ വിമാനത്തെ. പക്ഷേ അധികം വൈകാതെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ബോയിങ്, ഐ എയിൻറ്റ് ഗോയിങ് എന്ന് പറയാൻ തുടങ്ങിയിരുന്നു പലരും. 2013 ഒക്ടോബർ മുതൽ ഇതുവരെ ഇന്ത്യയിൽ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഉൾപ്പെട്ട 14 സംഭവങ്ങളാണ് ഉണ്ടായത്. എന്നാൽ 1.5 പതിറ്റാണ്ടിനോടടുക്കുന്ന ഡ്രീം ലൈനർ ചരിത്രത്തിൽ തന്നെ ഈ വിമാനം പൂർണ്ണമായും നഷ്ടപ്പെട്ട ആദ്യ അപകടമാണ് ഇന്നലെ അഹമ്മദാബാദിൽ സംഭവിച്ചത്, നമ്മൾ കണ്ടത്. ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്കുള്ള യാത്രയ്ക്കായി വ്യാഴാഴ്ച രാവിലെ ഡൽഹിയിൽ നിന്നും ഈ വിമാനം അഹമ്മദാബാദിലേക്ക് എത്തുന്നു. AI423 ആയി എത്തിയ ഈ വിമാനം 11:07 ലാൻഡ് ചെയ്തു. തുടർന്ന് ഉച്ചയ്ക്ക് 1:30 AI171 ആയി ലണ്ടനിലേക്ക് പറന്നുയർന്നപ്പോഴാണ് അഗ്നിഗോളമായി അത് നിലം പതിച്ചത്. ലണ്ടനിലെത്തി പ്രാദേശിക സമയം രാത്രി 8:30 AI146 നമ്പർ ഫ്ലൈറ്റായി ഗോവയിലേക്കായിരുന്നു മടക്കയാത്ര നിശ്ചയിച്ചിരുന്നത്. നമുക്ക് ഇനി ഈ വിമാനത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ബോയിങ് 7878. ഈ വിമാനം അറിയപ്പെടുന്നത് തന്നെ ഡ്രീം ലൈനർ എന്നാണ്. ഇതിന്റെ നിർമ്മാതാവ് ബോയിങ് കൊമേഴ്സ്യൽ എയർപ്ലൈൻസ് ആണ്. ഇതിന്റെ ആദ്യ പറക്കൽ 2009 ഡിസംബർ മാസം 15 ഇനി ഈ വിമാനം യാത്ര തുടങ്ങിയത് 2011 ഒക്ടോബർ മാസം 26 ഇതിന്റെ വേരിയന്റുകൾ പരിശോധിച്ചാൽ ഇത് 7878, 7879, 787-10 എന്നിങ്ങനെയാണ് ഇതിന്റെ വേരിയന്റുകൾ വരിക. 7878 ആണ് അഹമ്മദാബാദിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട് തകർന്നു വീണ വിമാനം. ഇനി ഇതിന്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് വന്നാൽ ഇതിന്റെ ഉയരം, ഈ വിമാനത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 186 അടിയാണ്. അതായത് 56.7 മീറ്റർ. ഇതിന്റെ വിങ് സ്പാൻ അഥവാ ചിറകിന്റെ ഈ വലിപ്പം, വിസ്തൃതി എന്ന് പറയുന്നത് 197 അടിയാണ്. അതായത് 60.1 മീറ്ററാണ് അതിൻ്റെ ഈ വിങ് സ്പാൻ എന്ന് പറയുന്നത്. വിമാനത്തിൻ്റെ ഉയരം നോക്കുകയാണെങ്കിൽ അത് 55 അടിയാണ്. 55 അടി 6 ഇഞ്ചാണ്. 16.9 മീറ്ററാണ്. ക്യാബിൻ്റെ വീതി എന്ന് പറയുന്നത് 18 അടിയാണ്. 5.49 മീറ്ററാണ്. ഇനി നമ്മൾ നേരെ വരുന്നത് ഇതിൻ്റെ ഇരിപ്പിട ശേഷിയിലേക്കാണ്. ഇരിപ്പിട ശേഷി എന്ന് പറയുന്നത് പരമാവധി 242 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്തിന് കഴിയും. പരമാവധി യാത്രക്കാർ ഉൾക്കൊള്ളാൻ പറ്റുക 296 പേരാണ്. ഇതിൽ 2 പൈലറ്റുകൾ, ഏകദേശം 7 മുതൽ 10 വരെയുള്ള ക്രൂ മെമ്പേഴ്സിനെയും ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഈ പ്രത്യേകതകളിലേക്കാണ്. ഈ വിമാനം എന്ന് പറയുന്നത്, അപകടത്തിൽപ്പെട്ട ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ഒരു വൈഡ് ബോഡി ഇരട്ട എഞ്ചിൻ ജെറ്റ് വിമാനമാണ്. ഈ ദീർഘദൂര അന്താരാഷ്ട്ര വിമാന സർവീസാണ് നടക്കുക. ടേക്ക് ഓഫ് ടൈമിൽ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 2,27,930 കിലോഗ്രാമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ക്രൂസിംഗ് വേഗതയിലേക്ക് പോയാൽ മണിക്കൂറിൽ 900 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ക്രൂസിംഗ് വേഗത എന്ന് പറയുന്നത്. ഒറ്റ പറക്കൽ പരിധി എന്ന് പറയുന്നത് 13,530 കിലോമീറ്ററാണ്. അതായത് ഇതൊരു ദീർഘദൂരം പറക്കാൻ കഴിയുന്ന ഒരു ദീർഘദൂര ജെറ്റാണ് എന്നുള്ളതാണ്. ഇനി ഈ ബോയിങ്ങിനെ സംബന്ധിച്ച് ഇത്രയാണ്. ഇതിന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ടെങ്കിലും സുരക്ഷാ ഭീഷണി കഴിഞ്ഞ കുറച്ച് നാളുകളായുണ്ട്. പ്രധാനമായും ഉയരുന്ന സുരക്ഷാ ഭീഷണികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ ആദ്യത്തേത് ഈ ബോയിങ് 787 ഡ്രീം ലൈനർ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഒന്ന്, പുക വരികയും തീ പിടിക്കുകയും ചെയ്ത സംഭവങ്ങൾ നിത്യേന സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രശ്നങ്ങൾ 2013 2014 ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഈ ബോയിങ് 787 വിമാനങ്ങൾ താൽക്കാലികമായി ഇതിനെയൊക്കെ തുടർന്ന് നിർത്തിവെച്ച സംഭവമുണ്ട്. ബാറ്ററി സംവിധാനത്തിൽ പിന്നീട് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഈ പ്രശ്നങ്ങൾ ചെറുതായെങ്കിലും പരിഹരിക്കാൻ കമ്പനിക്ക് സാധിച്ചത്. 2024 ബോയിങ് എഞ്ചിനീയർ ആയിരുന്ന സാം സാൽഹെപൂർ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അതായത് നിർമ്മാണത്തിൽ ഗുരുതരമായ ഷോർട്ട് കട്ടുകളൊക്കെ സ്വീകരിച്ച് വിമാനങ്ങൾ പഴകുമ്പോൾ വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും എന്ന ആരോപണങ്ങളിലൊക്കെ ഇപ്പോഴും അന്വേഷണങ്ങൾ നടക്കുന്നതേയുള്ളൂ. ഇനി നമ്മൾ പോകുന്നത്
ബോയിങ് ഡ്രീം ലൈനർ 787-ന്റെ ഉൾവശം പരിശോധിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഇനി ഈ സ്ക്രീനിൽ വരാൻ പോകുന്ന ആ ഒരു ദൃശ്യം, ആ ദൃശ്യത്തിലേക്ക് പോയാൽ ഒരു പ്രതീകാത്മക ദൃശ്യം ഇപ്പോൾ ഈ ഡ്രീം ലൈനറിൻ്റെ ഇൻസൈഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. 3 ആംഗിളുകളിലാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുക. 1 മൈൽ പിന്നിട്ടാൽ, ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം, ഇതൊരു പ്രതീകാത്മകമായ ദൃശ്യമാണ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ആ വിമാനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൻ്റെ ആദ്യം തന്നെ കാണാം, ഇതൊരു ഗാലയാണ്. ഗാലയിൽ വിമാനത്തിൽ ഭക്ഷണവും മറ്റുമൊക്കെ ഒരുക്കുന്ന സ്ഥലമാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ ഷെയ്ഡ് മോഡ് മോണിറ്റർ കാണാം. പിന്നെ ഈ മറ്റ് ശുചിമുറി അടക്കമുള്ള സൗകര്യം അതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്നു. പിന്നീട് ഒരു ബാർ ഏരിയ വരുന്നു. പിന്നെ ഈ ചലിപ്പിക്കാൻ കഴിയാത്ത സീറ്റുകളുള്ളൊരു ഇടം വരുന്നു. പിന്നെ അതിൻ്റെ ഒരു മൂവബിൾ പാർട്ടീഷൻ വരികയാണ്. അതിന് ശേഷമാണ് പിന്നോട്ട് ചാരാൻ കഴിയാത്ത സീറ്റുകളും അത്യാധുനിക ശുചിമുറിയും വരിക. പിന്നീട് എമർജൻസി എക്സിറ്റ് ഡ്രോ സീറ്റ് വരുന്നു. ഈ ഒരു ഭാഗത്താകും ഒരു പക്ഷേ ഈ വിമാനത്തിൽ നിന്ന് 242 പേരിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരാൾ വിശ്വാസ്, അദ്ദേഹം ഇരുന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ ഈ സീറ്റിലായിരിക്കും, ആ എമർജൻസി എക്സിറ്റിന് തൊട്ടടുത്തുള്ള സീറ്റിലായിരിക്കും. പിന്നെ വിൻഡോ സീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ വരുന്നു. എമർജൻസി വാതിലുണ്ട്. അത് കഴിഞ്ഞ് ആ ടൈൽ ഏരിയയിൽ വരുമ്പോഴത്തേനും അവിടെ ടോയ്ലറ്റ് സംവിധാനമുണ്ട്. ഇതാണ് ഒരു പ്രതീകാത്മകമായ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ഉൾവശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ. ഇതാണ് ഡ്രീം ലൈനറിന്റെ ഉൾവശം. 3 ഡിഗ്രി ആംഗിളിലാണ് ഈ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുക. 1 മൈൽ പിന്നിട്ടാൽ 300 അടി ഉയരത്തിൽ എത്തണം. 2 മൈൽ ആകുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയാകും, 600 അടിയിലേക്ക് ഈ വിമാനം എത്തിയിരിക്കണം. പക്ഷേ ഇവിടെ ലിഫ്റ്റ് കിട്ടാത്തതിനാൽ തന്നെ ഉയരം താണ്ടിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭാരതിൻ്റെ പ്രശ്നം ഈ പൈലറ്റ് അറിയുന്നത് ഒരുപക്ഷെ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനായിരിക്കാം. പുറപ്പെടുന്നതിന് മുൻപ് പൈലറ്റിന് ടേക്ക് ഓഫ് വെയിറ്റ് ചാർട്ട് നൽകിയിരിക്കും. പക്ഷേ അതിലെ ഭാരം ഈ പൈലറ്റിന് ടേക്ക് ഓഫിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ഒരുപക്ഷെ ഇതൊക്കെ അപകടത്തിന് കാരണമായേക്കാം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം. എന്താണെങ്കിലും ഒരു വലിയ ദുരന്തമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്. ആ മഹാദുരന്തത്തിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യം.